ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നലെ വിഷു ഗംഭീരമായിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമൻറ്റിൽ ആരോ പറഞ്ഞിരുന്നു, ചേച്ചി പടക്കമൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. ആ ചോദിച്ച ആൾക്ക് വേണ്ടി തന്നെയാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. വിഷുക്കണി, സദ്യ എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അതന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ മീക്കോ ആണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ ആളാണ്. പക്ഷേ പലപ്പോഴും പല പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതും പലതും മാറ്റിവെക്കപ്പെടുന്നതും അവന് വേണ്ടിയിട്ടാണ്. ഡോഗ് പേരൻറ്റിങ്ങിൻ്റെ ABCD അറിയാത്ത കാലത്ത് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു. കിച്ചു എന്നായിരുന്നു പേര്. മിക്കവാറും വീടുകളിലെ പോലെ ഞങ്ങളുടെ പേരൻസിന് ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് ഞങ്ങൾ കിച്ചുവിനെ കൊണ്ടുവന്നിരുന്നത്. കുഞ്ഞായിരുന്നു, ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളോ മറ്റോ പ്രായം ഉണ്ടായിരുന്ന സമയത്ത്. അമ്മ കുറേ യുദ്ധമൊക്കെ നടത്തി ഞങ്ങളോട്. പക്ഷേ അമ്മ അവസാനം കിച്ചുവിൻ്റെ ക്യൂട്ട്നെസ്സിന് മുമ്പിൽ തോൽക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യമൊന്നും അറിയില്ലായിരുന്നു. കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ പാല് തന്നെ കൊടുത്തിരുന്നത്. ആദ്യത്തെ കുറച്ച് കാലം വീടിൻ്റെ അകത്താണ് അവൾ കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കുകയാണ്. പൂരിയും എന്തോ ഒരു ഫിഷ് കറിയാണ് കേട്ടോ കഴിക്കുന്നത്. അതുവരെ നോൺ വെജ് ഒന്നും കൊടുത്തിട്ടില്ല കിച്ചുവിന്. പക്ഷെ അന്ന് ആദ്യമായിട്ട് കുറച്ച് പൂരി ഫിഷ് കറി കൊടുത്തു. ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എത്ര കൊടുക്കാം, എങ്ങനെ കൊടുക്കാമെന്നൊന്നും. ഞങ്ങൾ കുറച്ച് കൊടുത്തു. അവൾക്കാണെങ്കിൽ കഴിപ്പ് നിർത്താൻ ഒരു ഭാവം ഉണ്ടായിരുന്നില്ല. അവസാനം കഴിച്ച് വീർത്തൊരു ഫുട്ബോൾ പോലെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മേലെ ഞങ്ങളുടെ റൂമിലാണ് കിടക്കുക. അവിടേക്ക് സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ ആൾക്ക്. എന്നിട്ട് ഞങ്ങൾ കയ്യിലെടുത്ത് കൊണ്ടുപോവുക ചെയ്തിരുന്നത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കിച്ചുവിന് പ്യൂബർട്ടിയൊക്കെ ആയി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഞെട്ടിക്കുന്നൊരു കാഴ്ച ഞങ്ങൾ കാണേണ്ടി വന്നു. അതെന്താ വെച്ചാൽ, വീടിനടുത്തൊക്കെ നിറയെ പട്ടികളുണ്ട്, സ്ട്രേ ഡോഗ്സ്. ചിലപ്പോൾ പറമ്പിലേക്ക് ഒന്നിച്ച് കയറി വരും, പുറത്തേക്ക് പോവും. അപ്പോൾ ഇവൾ പുറത്ത് ലീഷിലാണ് ഉണ്ടാവാറില്ല കേട്ടോ. എന്താണെങ്കിലും ഡോഗ്സ് വീടിൻ്റെ അടുത്തേക്കൊന്നും വരില്ല. അങ്ങനെ ആ സന്ധ്യയ്ക്ക് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ പോയി നോക്കുമ്പോൾ തെക്ക് വശത്ത് പറമ്പിലായിട്ട് ഒരു ബോയ് ഫ്രണ്ടും ഇവളും കൂടെ. കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ വയ്യ. ഇന്നും പക്ഷെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അധികം വൈകിയില്ല, 2 മാസം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറേ അധികം കുഞ്ഞി പോസ് കാണാനുള്ള ഭാഗ്യമുണ്ടായി. വളരെ ചെറിയ പ്രായത്തിലുള്ള പ്രഗ്നൻസി ആയിരുന്നു. ഒരു ചെറിയ തെറ്റല്ലേ, ആർക്കും പറ്റും. അന്ന് ലീഷ് പൊട്ടിച്ച് പോയതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസൊക്കെ എടുത്ത് വളരെ സേഫാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോഴാണ് അമ്മ രാവിലെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കിച്ചുവിനെ പോലെ സുന്ദരിയായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കിച്ചു ആയിരിക്കില്ലല്ലോ, കിച്ചു കൂട്ടിലല്ലേ. എങ്ങനെ കൂടിൻ്റെ വാതിൽ തള്ളി തുറന്നു, എങ്ങനെ ലീഷ് പൊട്ടിച്ചു എന്നൊന്നും അറിയില്ല. ഒരു രാത്രി കറക്കം കഴിഞ്ഞ് അവൾ തിരിച്ചെത്തിയതാണ്. തെറ്റിയില്ല, കൃത്യം 2 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറേ കുഞ്ഞി പോസ് കാണാൻ പറ്റി. അവൾ ഞങ്ങളെ വിട്ടുപോയതിൻ്റെ വേദന എപ്പോഴും മാറിയിട്ടില്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും. അന്ന് ഡോഗ് പേരൻറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഇന്ന് എൻ്റെ സിസ്റ്ററും ബ്രദറിൻലോയും ഐഡിയൽ ഡോഗ് പേരൻസ് ആട്ടോ. അത്രയും നോളജുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ്. പിന്നെ ഇത്തവണ അങ്ങനെ കുഞ്ഞി പോസ് കാണാനുള്ള സാഹചര്യം വേണ്ടാന്ന് വെച്ചു. കാരണം ഞങ്ങളുടെ മീക്കോ ഒരു ചെക്കനാണ്, നല്ല ബീഗിൾ ചെക്കൻ.